അപ്പോൾ അൽബേനിയ ട്രിപ്പിന് വേണ്ടി എല്ലാം സെറ്റായിരിക്കുകയാണ് ഗൈസ്. രാവിലെ 1:15 ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ അൽബേനിയ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ മോർണിംഗ് 2 o'clock ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ പോവുകയാണ്. ഷോൺമാനെ പിക്ക് ചെയ്ത് നേരെ എയർപോർട്ടിലേക്ക് നമ്മൾ പോകണം. ലൂട്ടൺ എയർപോർട്ടിൽ ബാക്കി ദൃശ്യങ്ങൾ കാണാൻ ഗൈസ്. ഷോണിമോനെ എന്നെ അടിച്ചു കയറുമല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ ലൂട്ടറിന് തിരിക്കുകയാണ്. ലൂട്ടറിൽ നിന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വണ്ടി ഇട്ടിട്ട് ഇപ്പോൾ വേറെ ടാക്സിയിൽ ലൂട്ടൺ എയർപോർട്ടിലേക്ക് പോയിട്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി ലൂട്ടൺ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അൽബേനിയക്കും അൽബേനിയയിലെ കറൻസി അതിനാണ് ഗൈസ്. കറൻസി ലക്ക് എടുക്കണം. പക്ഷേ ലക്ക് ഇവിടെ കിട്ടത്തില്ല, യൂറോ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ പൗണ്ട് എടുത്തിട്ട് അവിടെ പോയിട്ട് നമ്മൾ ലക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പ്ലാനാണ് ഗൈസ്. വിസ് എയർലൈൻസിലാണ് നമ്മുടെ യാത്ര. ലൂട്ടൺ എയർപോർട്ടിലെ മധ്യ കലവറയാണ് ഗൈസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മധ്യ കലവറ ഗൈസ്. അപ്പം നമ്മൾ ബോർഡിങ് ചെയ്യാൻ പോവാണ്, ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. അതിൻ്റെ ദർശനമാണ് അങ്ങോട്ടാ. വിസ് എയർലൈൻസിനാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഗൈസ് നമ്മുടെ ഫ്ലൈറ്റ്. അങ്ങനെ അൽബേനിയയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ക്ലൈമറ്റ് ഒക്കെ സെറ്റ് കേട്ടോ, തണുപ്പേ ഇല്ല, സെറ്റ് ക്ലൈമറ്റ്. ഗൈസ് അൽബേനിയയിലെ KFCയിൽ ബിയർ ഗൈസ്, ഹൈനിക്കൻ മുതൽ എന്തൊക്കെ സംഭവങ്ങൾ. ആംസ്റ്റൽ ബിയർ കണ്ടോ മനുഷ്യൻ തന്നെ നീ കാറിൻ്റെ അടുത്ത് ഗൈസ്. അൽബേനിയയിലൊരു മെയിൻ ബിസിനസ് കേട്ടോ കാർ റെൻ്റൽസ്. ഒരു ലോഡ് കാർസ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന കാർ എന്ന് പറഞ്ഞാൽ ഏതാണ് കാർ? നമ്മുടെ അൽബേനിയ മലനിരകൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വിത്ത് ഗൈസ് നമ്മുടെ വണ്ടി നമ്മൾ വാടകയ്ക്ക് തന്നെ വണ്ടി കാണിക്കുന്നുണ്ട് ഗൈസ്. ഒറ്റ വണ്ടിയാണ് നമ്മുടെ കടാക്കരുതാണ്. കുർജ കാസിൽ ഇറങ്ങിയിട്ട് അവിടെയുള്ള കടകളാണ് ഗൈസ്. സുവനീഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓഫ് റോഡ് വഴികളിലൂടെയാണ് ഗൈസ്. ഊമ്പി ഗൈസ്, ഞങ്ങൾ ഊമ്പിച്ചു. വെച്ച് ഞങ്ങളെ പറ്റിച്ചു ഗൈസ്. ഞങ്ങൾ ഹൈവേ കയറാൻ പറ്റാതെ, ഹൈവേ ഞങ്ങളുടെ തൊട്ട് സൈഡിലുണ്ട് ഗൈസ്, പക്ഷെ കയറാൻ പറ്റാതെ ഞങ്ങൾ വേറെ ഏതോ കാട്ടുവഴിയിലൂടെ സഞ്ചരിക്കുന്നു. നമ്മളപ്പോ കറങ്ങി തിരിഞ്ഞ് അൽബേനിയയിൽ ഒരു കാസിനോയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോണ് ഗൈസ്. എന്താകുമോ എന്തോ. അൽബേനിയ നഗരത്തിലൂടെയുള്ള യാത്രയാണ്. എന്താണ് മിസ്റ്റർ താങ്കൾക്ക് ഈ അൽബേനിയ എങ്ങനെയുണ്ട് സോ ഫാർ? ഞാൻ കൺട്രിയെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ നിരീക്ഷിച്ചു. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇവിടുത്തെ നല്ല രസമെടുക്കും പിള്ളേരൊക്കെ. മീൻസ് നല്ല ഐശ്വര്യല്ലേ കാണാനായിട്ട്. മോൻസി വൺ ഹൈടെക് സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു കട ഞങ്ങൾ കൊണ്ടുണ്ടോ. ഇവിടുത്തെ തട്ടുകട സെറ്റപ്പ്. ഈ കടയിൽ ഞങ്ങൾക്ക് എന്തോ ഓർഡർ നിൽപ്പെടുത്തല്ലോ കേട്ടോ. നൂഡിൽസും നോക്കാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അമ്മച്ചിക്ക് എന്തൊക്കെയോ മനസ്സിലായെന്ന് തോന്നുന്നു. ചേട്ടായിട്ടോ സ്റ്റീഫൻ ചേട്ടാ ഓർഡറൊക്കെ എടുത്ത് ഇവിടുത്തെ. അപ്പം ഞങ്ങളൊരു ട്രഡീഷണൽ സൂപ്പ് ഹെഡും ലെഗും പറഞ്ഞു. പിന്നെ ചിക്കൻ സൂപ്പ് പറഞ്ഞല്ലോ, വെയിൽ സൂപ്പ്, ബീഫ് ചോപ്പ്. അങ്ങനെ വരുമ്പോൾ കാണാം എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. വെറൈറ്റി ഫുഡ് ഐറ്റംസ് ആണ്. ബീഫ് സ്റ്റീക്ക് ഉണ്ട്, ചിക്കൻ സൂപ്പ് ഉണ്ട്, ലാമ്പിൻ്റെ ഹെഡും ബ്രെയിനും കൊള്ളാം, നൈസായിട്ടുണ്ട്.
ഞാൻ ആകാശ ഊഞ്ഞാലിൽ കയറാൻ പോവാ. Thrilled? Are you thrilled, guys? പൊളിച്ച് ഗൈസ്, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഗൈസ് ക്ലാസ്സിനെ കയറി ഗൈസ്, ഒരു അന്തമില്ല കുന്തമില്ല എന്നാ ചെയ്യണ്ടേന്ന്. കാശ് കുറെ പൊട്ടിച്ചു കളഞ്ഞു. ലക്ഷങ്ങൾ സത്യം പറഞ്ഞൊരു അന്തം കുന്ത എന്താ ചെയ്യണ്ടേ, എന്താ ഒരു പിടുത്തുണ്ടായിരുന്നില്ലേ, ഒരു പിടുത്തുണ്ടായിരുന്നില്ല. പക്ഷെ അടുത്ത പ്രാവശ്യം ഞങ്ങൾ പഠിച്ചിട്ട് വരും. അടുത്ത പ്രാവശ്യം ഞങ്ങൾ എങ്ങനെയെന്നൊക്കെ സംഭവം അറിഞ്ഞിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റും ഗൈസ്. ബൗൺസർ മോൻസി ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്ന് ഫസ്റ്റ് ഡേ സ്റ്റേ സാൻസിയിലായിരുന്നു. അവരുടെ തന്നെ റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ വെറൈറ്റി ഫുഡ് ആയിട്ടുള്ള എന്തൊക്കെയാണ് ഗൈസ്? മോങ് ഫിഷ്, ഒക്ടോപ്പസ്, മോങ് ഫിഷ്, ഒരു 3 kg ഫിഷാണ്. പിന്നെ ഇവിടെ ലെമൺ ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയുണ്ട് സംഘം എന്നൊക്കെ, റിവ്യൂ പറയാം. നമ്മുടെ പീനക്കലോടെ വന്നു, കോക്കനട്ട് ആൻഡ് ക്വാണ്ടിറ്റി മീൻസ് ഐ തിങ്ക് മിക്സ്ഡ് സംഭവം കുറവെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് ഗൈസ്? സാലഡ് ഇച്ചിരി, ബട്ട് സാലഡിൽ കുറച്ച് എന്തെങ്കിലും ഒരു ഇതായി പോയി, ജസ്റ്റ് വെജിറ്റബിൾസ് മാത്രമേ പോയി. അതിന് കൂടെ എന്തെങ്കിലും ഒരു യോഗട്ട് മിക്സോ ഒന്നിനുണ്ടെങ്കിൽ ഒരു വൈബായിരുന്നു. പക്ഷേ cheers guys. For a wonderful journey. അൽബേനിയൻ ഒക്ടോപ്പസ് ഫ്രൈ ആണ് കേട്ടോ. അൽബേനിയയിലെ കടലിൽ നിന്ന് ഫ്രഷ് ആയിട്ട് പിടിച്ച് വറുത്ത് ഫ്രൈ ചെയ്ത് ഗൈസ് നമ്മുടെ ഫിഷ് അപ്പം വന്നിരിക്കുകയാണ് ഗൈസ്. 3 കിലോ മീനാ, 3 കിലോ 3000 രൂപ മീൻ. യുദ്ധക്കളത്തിന്റെ അവസ്ഥ. പക്ഷെ ഫിഷ് വെള്ളം കേട്ടോ, സീനായിരുന്നു. പക്ഷെ ഇന്നൊരു സെറ്റ് ഫുഡിങ് ഡേ ആണ് കേട്ടോ. വെറൈറ്റി ഫുഡുകൾ കഴിച്ചു. ഉച്ചത്തെ ഫുഡ് സീനായിരുന്നു. അൽബേനിയയിൽ ഫസ്റ്റ് ഡേ ഫുഡ് ദിനമായിരുന്നു. 4600 രൂപയ്ക്ക് ഒരു ഫുഡ് അങ്ങ് സപ്പറം കഴിച്ച് സന്തുഷ്ടരാക്കി എല്ലാവരും. എന്നാണ് പറയാനുള്ളത് മുസ്ലിം ഓരോ എക്സ്പീരിയൻസ് ആണല്ലേ, ഓരോരോ എക്സ്പീരിയൻസ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ സ്റ്റേ അങ്ങനെ സെറ്റ് ആയിരിക്കുകയാണ്. ട്രെൻ മൂഡായി. 10ാം ക്ലാസ്സിലെ ഹോസ്റ്റലാണ് ഗൈസ് ഞങ്ങളുടെ. ഇതിന് ഞാൻ